പതിച്ചിരിക്കുന്നേ? നമ്മള് കാരണത്തല്ലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ വെയിലൊന്നും കൊള്ളില്ലല്ലോ. മിണ്ടാതിരിക്കു കുട്ടി, ഡിസ്റ്റർബ് ചെയ്യണ്ട. അല്ല, ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങളുടെ ഒരു ധാരണ. ഫിദ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാ എനിക്കും വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒന്നും തോന്നല്ലേ? ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഈ മാഡം എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത? അഹങ്കാരമായിരിക്കും. ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയല്ലേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. മോളെന്തായി ചിന്തിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ കരുതിയത് മ്യൂസിക് സ്കൂൾ വരെ ഫിദ മാഡത്തിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു പോവാന്നാ. പക്ഷേ അവിടെ എത്തട്ടെ കുട്ടി. അവിടെ എത്തിയാല് എനിക്ക് മാഡത്തോട് സംസാരിക്കാല്ലേ? മാഡം നാട്ടിലെവിടെയാ? ചെങ്ങന്നൂരാ. വേണി മാഡത്തിനോട് എന്ത് ചോദിച്ചാലും അമൃത മാഡം ആണല്ലോ മറുപടി പറയാ. ഇതെന്താ കോൺട്രാക്റ്റാ? അല്ല, ഞാനീ ചോദിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എന്നാ ഞാൻ മിണ്ടുന്നില്ല. എങ്ങോട്ടാ കുട്ടി? അല്ല, വേണി മാഡത്തിനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? എനിക്ക് എന്തായാലും വേണി മാഡത്തിനൊന്ന് കാണണം. തിരക്കുള്ള ആളുകളെ വെറുതെ എന്തിനാ? അല്ല, ഇനി എവിടെയെങ്കിലും മാഡത്തിനെ കണ്ടാ തിരിച്ചറിയാൻ വേണ്ടിയല്ലേ. ഞാൻ മാഡത്തിനെ കണ്ടെന്ന് കരുതി ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല, അതെന്ത് പണിയാ? ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോകുന്നേ. വേണിക്ക് ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ തിരക്കിട്ട് പോയത്. എന്നാലും കഷ്ടായി പോയി. നോക്കിക്കോ, ഫിദ മാഡത്തിനെ കാണുമ്പോ ഞാനത് പരാതിയായിട്ട് തന്നെ പറയും. ഫിദ മാഡത്തിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാ എനിക്ക് സ്വന്തമല്ലേ. എല്ലാവരും ഒരേ രീതി ആയിരിക്കില്ല മോളെ. ഫിദയുടെ രീതികൾ വേറെ, വേണിയുടെ രീതികൾ വേറെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെ തന്നെ ഞാനിതിനെ തിരക്ക് കൂട്ടുന്നേ. ഫിദ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കൗതുകം തോന്നി. അത്രയ്ക്കും വലിയ ഗർവാണെങ്കിലേ അവര് പോയിക്കോട്ടെ. അല്ല